പണ്ട് കാലങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് തോക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ബുള്ളറ്റുകളുടെ ഒരു പെരുമഴ തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിൽ പെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഡ്രോൺ ആക്രമണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മിക്ക രാജ്യങ്ങളും. അങ്ങനെ ഡ്രോൺ ആക്രമണം ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ഓരോ രാജ്യത്തിനും അവരുടെ സൈനികരുടെ മരണങ്ങൾ അല്ലെങ്കിൽ സൈനികർക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ അതെല്ലാം തന്നെ കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ സായുധ സേനകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണമാണ്. കാരണം ഇവർക്ക് ഈ ഡ്രോൺ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള മറ്റ് സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആധുനിക യുദ്ധകളങ്ങളിൽ ഡ്രോണുകൾ വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. നിലവിൽ റഷ്യ യുക്രൈനിൽ നിന്നുള്ള വലിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ വില കുറഞ്ഞ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ തളരുകയാണ്. ഇന്ത്യയും ഈ വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ വേണ്ടി 600ഓളം ഡ്രോണുകളെയാണ് ഒറ്റയടിക്ക് കൂട്ടത്തോടെ അയച്ചത്. എന്നാൽ ഇന്ത്യ അവയെല്ലാം നശിപ്പിച്ചു. പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കാരണം വില കൂടിയ മിസൈലുകളാണ് ഇവയെ നശിപ്പിക്കാൻ അയക്കേണ്ടി വന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകളെ നശിപ്പിക്കാൻ കോടികൾ വിലയുള്ള മിസൈലുകൾ അയക്കേണ്ടി വന്നു. ഡ്രോണുകളെ നേരിടാൻ വലിയ വില കൂടിയ ക്രൂയിസ് മിസൈലുകൾ അയക്കേണ്ടി വരുന്നത് രാജ്യത്തെ യുദ്ധ ചെലവുകൾ കുത്തിനെ കൂട്ടുകയാണ്. $20,000 മാത്രം വിലയുള്ള ഡ്രോണിനെ നശിപ്പിക്കാൻ $10 ലക്ഷം വിലയുള്ള മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ഇറാന്റെ വെറും $20,000 വിലയുള്ള ഷാഹിദ് ഡ്രോണുകളെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് $10 ലക്ഷം വിലയുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഉപയോഗിക്കേണ്ടി വന്നത്. ഇതോടെ ഡ്രോണിനെ നേരിടാൻ പലവിധ ചെലവ് കുറഞ്ഞ പരിഹാരങ്ങളും തേടി ഇന്ത്യയും പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലുകൾക്ക് പുറമെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ തോക്കുകളും ഡ്രോണുകളെ നേരിടാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾക്കെതിരെ ഇന്ത്യ നവീകരിച്ച L-70 ZU-23 തോക്കുകൾ ഫലപ്രദമായി ഉപയോഗിച്ചു. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഇന്ത്യക്ക് അന്ന് പാകിസ്ഥാന്റെ ചില ഡ്രോൺ ആക്രമണങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഡ്രോണുകളെ തകർക്കാൻ തദ്ദേശീയമായ ശേഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ സങ്കല്പ് 2026 എന്ന രേഖയിൽ രുദ്ര, പ്രചന്ദ് ഹെലികോപ്റ്ററുകൾ തൊടുത്തിവിടുന്ന 70 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ വ്യോമസേന പുതിയ വാർഹെഡ് തേടിയിട്ടുണ്ട്. മൈക്രോ അതോടൊപ്പം തന്നെ മിനി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നതിനാണ് വാർഹെഡ് പ്രത്യേകം രൂപകൽപ്പന ചെയ്യുന്നത്. 25 മീറ്റർ സ്ഫോടന ദൂരമുള്ള 900 ഗ്രാം വാർഹെഡാണ് വ്യോമസേന വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂട്ടത്തോടെയുള്ള ഡ്രോൺ ആക്രമണത്തിനെതിരെ ഫലപ്രദമായ പരിഹാരമാണ്. തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ ഈ മേഖലയിൽ ഇതിനകം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. IIT മദ്രാസും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി 10 കിലോമീറ്റർ ദൂരപരിധിയുള്ള 80 mm റോക്കറ്റ് ഗൈഡൻസ് കിറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. Mi-17 അതോടൊപ്പം തന്നെ Mi-35 ഹെലികോപ്റ്ററുകളിൽ 80 mm റോക്കറ്റുകൾ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിലുണ്ട്. കൂടാതെ അവയുടെ കൃത്യതയുള്ള സ്ട്രൈക്ക് ശേഷി മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലേസർ ഗൈഡഡ് സംവിധാനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിൽ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 80 mm റോക്കറ്റുകൾക്കായി ഇന്ത്യൻ നാവികസേന ഒരു താൽപര്യപത്രവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഡ്രോണുകളെയൊക്കെ നിഷ്പ്രയാസം തകർക്കാനായിട്ട് ഇന്ത്യ തന്നെ തദ്ദേശീയമായി തന്നെ പല ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് അമേരിക്കയും റഷ്യയും ഒക്കെ വരും ദിവസങ്ങളിൽ അത് കണ്ട് ഞെട്ടാനുള്ള സാധ്യതയുമുണ്ട്.